ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പരത്തിയിലേക്ക് സ്വാഗതം. കുറുപ്പ് പറയുകയാണ്, അതും ശൂന്യം. കല്യാണിക്ക് ബാധ കൂടിയതാണെന്ന് ഞാനും ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് വിലാസിനിയും. സത്യം പറഞ്ഞാൽ ആനന്ദ് കല്യാണിയെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷമാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ അവരെന്നെ അവിടെയിട്ട് കൊന്നേനെ. അപ്പോൾ പ്രിയങ്ക പറയുകയാണ്, സത്യത്തിൽ അവർ വിഡ്ഢികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും സംശയം നിലനിൽക്കുന്ന സമയത്ത് അവരാ ബാത്റൂം കൂടി തുറന്നു നോക്കേണ്ടതല്ലായിരുന്നോ? അപ്പോൾ കുറുപ്പ് പറയുകയാണ്, തുറന്നു നോക്കുമെന്ന് തന്നെയാണ് ഞാനും കരുതിയത്. മരണം ഞാൻ മുന്നിൽ കാണുകയായിരുന്നു. അവിടെ അങ്ങനെ ഒരു ബാത്റൂം ഉണ്ടെന്ന കാര്യം ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. അല്ലെങ്കിൽ ആരും ഓർത്തില്ല. എല്ലാവരുടെയും ശ്രദ്ധ കല്യാണിയിലായിരുന്നല്ലോ. അന്നേരം രാജേശ്വരി പറയുകയാണ്, പ്രിയങ്ക, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അതെ ആന്റി, ഇത് അപകടം തന്നെയാണ്. രാജേശ്വരി പറയുകയാണ്, കല്യാണിയെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് വിലാസിനി ഒറ്റ വാശിയിലാണ്. അവിടുന്ന് ഞങ്ങൾ തൽക്കാലം രക്ഷപ്പെട്ടത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ദിവസം എന്നെ സംശയിക്കാതെ എന്നെ ന്യായീകരിച്ച കല്യാണിയുടെ ഈ പുതിയ കണ്ടെത്തൽ എല്ലാവരുടെ മനസ്സിലേക്കും പടരുന്ന സംശയത്തിന്റെ തീപ്പൊരിയാണ്. അത് ആളി കത്തുന്നതിന് മുന്നേ എന്തെങ്കിലും പോം വഴി നമ്മൾ കണ്ടെത്തണം. എന്ത് പോം വഴിയാണ് ആന്റിയുടെ മനസ്സിലുള്ളത്? അപ്പോൾ രാജേശ്വരി പറയുന്നു, അഖിലയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറ്റണം. മാറ്റിയേ പറ്റൂ. ആന്റി, അതത്ര ചെറിയ കാര്യം അല്ല. അതറിയാം. പക്ഷേ അഖില ആ വീട്ടിൽ ജീവനോടെ ഇരിക്കുന്ന സമയം ഞാനും കുറുപ്പും മരണത്തിന്റെ നിഴലിലാണ്. അത് ശരിയാണെന്ന് കുറുപ്പ് തലയാട്ടുകയാണ്. രാജേശ്വരി പറയുന്നു, ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ദൗത്യങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയിട്ടില്ല. ദാസിനെ വകവരുത്തിയെന്ന് ആശ്വസിക്കാം. പക്ഷേ അതൊരു വിജയമല്ല. ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ പ്രിയങ്ക പറയുകയാണ്, അത് ബുദ്ധിപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒറ്റയടിക്ക് നടപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അഖിലയെ ആ വീട്ടിൽ നിന്നും മാറ്റുക എന്ന കടമ്പയാണ്. അപ്പോൾ രാജേശ്വരി പറയുന്നു, അതെ, തൃച്ചംബരത്ത് ആരുമില്ലാത്ത സമയത്ത് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കുറുപ്പ് പറയുന്നു, ആരുമില്ലാത്ത സമയം ആ വീട്ടിൽ അങ്ങനെ ഉണ്ടാകില്ല. നമ്മൾ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ പ്രിയങ്ക പറയുന്നു, തൃച്ചംബരത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അഖിലയെ അവിടെ നിന്നും കാറിൽ കയറ്റണം. അതിന് അഖിലയും ഉറങ്ങണം, അല്ലെങ്കിൽ ഉറക്കണം. അതിന് കുറുപ്പേട്ടന്റെ ഒരു പ്രധാന സഹായം വേണം. അഖിലയെ കടത്താൻ ഉദ്ദേശിക്കുന്ന ദിവസം രാത്രി അഖില ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ ഒരു ഫോട്ടോ മൊബൈലിൽ പകർത്തി എനിക്ക് അയച്ചു തരണം. ശരിയെന്ന് കുറുപ്പ് തലയാട്ടുമ്പോൾ രാജേശ്വരി ചോദിക്കുന്നു, എന്താ പ്രിയങ്കേ നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പ്രിയങ്ക പറയുന്നു, ആന്റി കേട്ടിട്ടില്ലേ, ലക്ഷ്യത്തിൽ എത്തണമെന്ന്. നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ ഈ പ്രകൃതി വരെ നമ്മളോടൊപ്പം ഉണ്ടാകും. ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ആനന്ദിനെയും കല്യാണിയുമാണ്. കല്യാണി, മഴ പെയ്യാൻ പോവുകയാണ്. നിനക്കിതെന്താ പറ്റിയത്? നീ എന്തൊക്കെയോ പറയണമെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതല്ലേ? നീ ഇതെന്താണ് ആലോചിക്കുന്നത്? എന്താ, നീ ഇന്നലത്തെ ഓർമ്മകളിൽ നിന്നും വിട്ടുമാറിയില്ലേ? എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ കല്യാണി പറയുന്നു, എനിക്കൊന്നും പറ്റിയിട്ടില്ല. പറ്റിയിരിക്കുന്നതൊക്കെ മറ്റുള്ളവർക്കാണ്. നീ എന്താ കല്യാണി പറയുന്നത്? എന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ താലി സത്യമാണെങ്കിൽ, വലിയ കുഞ്ഞിന് എന്നോടുള്ള പ്രണയം സത്യമാണെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ സത്യമാണ് വലിയ കുഞ്ഞെ. വലിയ കുഞ്ഞെങ്കിലും എന്റെ വാക്കുകൾ വിശ്വസിക്കണം. അപ്പോൾ ആനന്ദ് പറയുന്നു, കല്യാണി, ഞാനും അരവിന്ദും നന്ദനയുമൊക്കെ സംശയിച്ചപ്പോൾ നീ അതിനെ എതിർത്തവളാണ്. ആ നീ തന്നെ ഇങ്ങനെ? അപ്പോൾ കല്യാണി ചോദിക്കുന്നു, വലിയ കുഞ്ഞെന്താ പറഞ്ഞു വരുന്നേ? എന്റെ മാനസിക നില തെറ്റിയെന്നാണോ? ദേ, ഇതുവരെ അങ്ങനെ ആരും കരുതിയിട്ടില്ല. പക്ഷെ ഇനിയും നീ ഇതിങ്ങനെ തുടർന്നാൽ ചിലപ്പോൾ അങ്ങനെ കരുതേണ്ടി വരും. വലിയ കുഞ്ഞെന്ന് കല്യാണി വിളിക്കുമ്പോൾ ആനന്ദ് പറയുന്നു, അതേ കല്യാണി, ദാസേട്ടന്റെ മരണം നിന്നിലേൽപ്പിച്ച ആഘാതം ചെറുതല്ല എന്നെനിക്കറിയാം. പക്ഷേ നീ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു നടക്കാനുള്ള സമയം കഴിഞ്ഞു കല്യാണി. നീ വാ, നമുക്ക് പോകാം, ബാ എന്നും പറഞ്ഞ് കല്യാണിയെ വിളിക്കുകയാണ്. തിരിഞ്ഞു നടക്കുന്ന ആനന്ദിനെ നോക്കി കല്യാണി പറയുന്നു, വലിയ കുഞ്ഞൊന്ന് നിന്നേ, എനിക്ക് ഒരു കാര്യം കൂടി അറിയണം. പറയ്, നിനക്കെന്താണ് അറിയേണ്ടത്? ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ കേൾക്കാതെ ആ SI വലിയ കുഞ്ഞിനോട് എന്താണ് പറഞ്ഞത്? ഒന്ന് പതറിക്കൊണ്ട് ആനന്ദ് പറയുകയാണ്, എന്ത് പറയാൻ? അത് ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ. എന്ത് എന്ന് കല്യാണി ചോദിക്കുകയാണ്. അത് മരിക്കുന്ന സമയത്ത് ദാസേട്ടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആനന്ദ് വിക്കി വിക്കി പറയുകയാണ്. ഇല്ല, എല്ലാവരും കൂടി എന്നെ പൊട്ടിയാക്കാൻ നോക്കുകയാണ്. അതല്ല SI വലിയ കുഞ്ഞിനോട് പറഞ്ഞത്. പിന്നെ എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു, എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല വലിയ കുഞ്ഞെ. നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞ് എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കുകയാണ്. എന്റെ അച്ഛൻ മദ്യപിക്കില്ല. മരണം വരെ എന്റെ അച്ഛൻ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടുമില്ല. വലിയ കുഞ്ഞ് അനിയൻ കുഞ്ഞിനോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. തൽക്കാലം ഞാനിത് അറിയരുതെന്ന്. അത് കേട്ട് ആനന്ദ് അമ്പരക്കുകയാണ്.
എന്റെ അച്ഛൻ മരിച്ചപ്പോൾ ആരാ അവിടെ ഉണ്ടായിരുന്നത്? അത് കല്യാണി എന്ന് ആനന്ദ് പറയുകയാണ്. വീണ്ടും കല്യാണി പറയുന്നു, അത് മാത്രം ഞാൻ കേട്ടില്ല. അപ്പോഴേക്കും വലിയ കുഞ്ഞിന് ഫോൺ വന്നു. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു വന്നപ്പോഴാണ് ആ കുറുപ്പേട്ടൻ ആഹാരവുമായിട്ട് പോകുന്നത് കണ്ടത്. അവിടെ ഞാൻ കണ്ട കാഴ്ച ആരും വിശ്വസിക്കുന്നില്ല. എന്റെ ചോദ്യങ്ങൾക്കൊന്നും ആരും ഉത്തരവും തരുന്നില്ല. കല്യാണി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്നെ ആർക്കും ഒരു അവിശ്വാസവും ഇല്ല. എന്നാ പറ, എന്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? അപ്പോ അവിടെ ആരാണ് ഉണ്ടായിരുന്നത്? പറ, എനിക്കതറിയണം. കല്യാണി, നീ എന്താ ഇങ്ങനെ? ആരെങ്കിലും കണ്ടാൽ എന്തു വിചാരിക്കും? നീ വാ കല്യാണി, നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ഇപ്പോഴല്ല, എനിക്ക് കുറച്ച് സമയം കൂടി വേണം. നീ കണ്ട കാഴ്ച സത്യമാണോന്ന് ഞാൻ തെളിയിക്കും. നീ വാ എന്നും പറഞ്ഞ് കല്യാണിയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ആനന്ദ്. പിന്നീട് കാണിക്കുന്നത് സെറ്റിയിലിരിക്കുന്ന അരവിന്ദിനെയാണ്. അരവിന്ദ് ആലോചിക്കുകയാണ് അന്ന് ആനന്ദ് അമ്മയോട് ചോദിച്ച കാര്യങ്ങളൊക്കെ. ദാസേട്ടൻ മരിച്ച ദിവസം അമ്മ ദാസേട്ടനോടൊപ്പം ഉണ്ടായിരുന്നോ എന്ന് ആനന്ദ് ചോദിച്ചതൊക്കെ അരവിന്ദ് ആലോചിക്കുകയാണ്. അപ്പോഴേക്കും നന്ദന അങ്ങോട്ട് വരികയാണ്. നന്ദന ചോദിക്കുകയാണ്, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയാണല്ലോ. ഈ ആലോചനയുടെ അർത്ഥം എനിക്ക് മനസ്സിലാകും അരവിന്ദ്. കല്യാണി കള്ളം പറയില്ല എന്നുള്ള ഒരു വിശ്വാസം എന്നെ പോലെ അരവിന്ദിനും ഉണ്ട്. എന്നാൽ കല്യാണി പറയുന്നത് വിശ്വസിക്കാനും വയ്യ, അല്ലേ? അപ്പോൾ അരവിന്ദ് പറയുന്നു, ശരിയാണ്, കാഴ്ചയെ വിശ്വസിക്കണോ കേൾവിയെ വിശ്വസിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. രണ്ടും വിശ്വസിക്കണം അരവിന്ദ്. ആ മുറിക്കകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ കല്യാണി ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? എന്താ നന്ദനായി പറയുന്നത്? എല്ലാരെയും മുന്നിൽ വെച്ചിട്ട് ഞാനല്ലേ ആ മുറി തുറന്നത്? എന്നിട്ട് ആരെയെങ്കിലും കണ്ടോ? മുറി തുറന്നപ്പോ ആരെയും കണ്ടില്ല. പിന്നെന്താ നിനക്കൊരു സംശയമുള്ളതുപോലെ? ആരും സംശയിച്ചു പോകും അരവിന്ദ്. പറഞ്ഞു കേട്ടിടത്തോളം അത്രയ്ക്കും യാഥാർത്ഥ്യത്തോടെയാണ് കല്യാണി അത് പറഞ്ഞത്. ഞാൻ കണ്ടു എന്ന് കല്യാണി ആവർത്തിച്ചു പറയുകയായിരുന്നല്ലോ. വെറുതെ കല്യാണി അങ്ങനെയൊക്കെ വിളിച്ചു പറയുമോ? അപ്പോൾ അരവിന്ദ് പറയുകയാണ്, കല്യാണി ആരെയാണ് കണ്ടത്, എന്താണ് കണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞില്ലല്ലോ. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ കല്യാണിയുടെ വെറും തോന്നലായിരിക്കും, അതല്ലേ നന്ദന? അപ്പോൾ നന്ദന പറയുകയാണ്, നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയത് മുതൽ ആ മുറി പൂട്ടിക്കിടക്കുകയാണ്. ആരും തുറക്കാറില്ലാത്ത ആ മുറിക്കകത്ത് ആരോ ഉണ്ടെന്നല്ലേ കല്യാണി വിളിച്ചു പറഞ്ഞത്? അതെ എന്ന് അരവിന്ദ് പറയുന്നു. അപ്പോൾ നന്ദന പറയുകയാണ്, പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറിക്കകത്ത് കല്യാണിക്ക് എങ്ങനെ ഒരാളെ കാണാൻ കഴിഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ കല്യാണി ചെന്നപ്പോൾ ആ മുറി പൂട്ടിയിട്ടില്ലായിരുന്നെങ്കിലോ? എന്താ അങ്ങനെ ചിന്തിച്ചൂടെ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് നന്ദനായി വിളിച്ചു പറയുന്നത്? എടി, ഞങ്ങളെല്ലാവരും കണ്ടതല്ലേ, ആ മുറി പൂട്ടിക്കിടക്കുകയായിരുന്നു. മാത്രമല്ല എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ആ മുറി തുറന്നത്. എന്റെ ഉറച്ച വിശ്വാസം ഇനി കല്യാണിക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ നന്ദന പറയുകയാണ്, ഓ അത് ശരി, കല്യാണിക്കപ്പോ മാനസികമായി കുഴപ്പമുണ്ടെന്നാണ് അരവിന്ദ് പറഞ്ഞു വരുന്നത്. അതല്ലടി, അങ്ങനെ ചിന്തിക്കാൻ കാരണം ഉണ്ട് നന്ദന. ഓർക്കാപ്പുറത്തായിരുന്നല്ലോ ദാസേട്ടന്റെ മരണം. അത് കല്യാണിയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ദാസേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ കല്യാണിക്ക് സഹിക്കാനാവാത്ത സങ്കടമുണ്ട്. കാരണം അവസാന നാളുകളിൽ മനഃപൂർവ്വമല്ലെങ്കിലും കല്യാണി ദാസേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഓർമ്മകൾ തികട്ടി വരുമ്പോൾ മനസ്സ് പിടിച്ചെടുത്ത് കിട്ടിയെന്ന് വരില്ല. എന്തൊക്കെയാ അരവിന്ദി പറയുന്നത്? കല്യാണി ഈ വീട്ടിലല്ലേ ജീവിക്കുന്നത്, ഔട്ട് ഹൗസിലല്ലല്ലോ. മാത്രമല്ല ആ മനസ്സെനിക്ക് നന്നായിട്ടറിയാം. ഇത്രയും മനോധൈര്യമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ദാസേട്ടൻ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം കല്യാണി അംഗീകരിച്ചു കഴിഞ്ഞു. അത് തരണം ചെയ്യുകയും ചെയ്തു. ഇന്നലെ നടന്ന സംഭവം കല്യാണി ഭ്രാന്തു പറഞ്ഞതാണെന്ന് എനിക്കങ്ങ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എടി, അതല്ല നന്ദന. വീണ്ടും നന്ദന പറയുകയാണ്, നമ്മുടെ പഴയ തൃച്ചംബരം പോലെയല്ല ഈ വീട്. ഇവിടെ അസ്വസ്ഥതയും അസമാധാനവുമാണെങ്കിൽ ഇതിനുള്ളിൽ ഭീതിയാണ്. അതെ അരവിന്ദ്, സത്യമാണ് ഞാൻ പറയുന്നത്. ഇവിടത്തെ മൂകത പോലും അട്ടഹസിക്കും പോലെ, സ്വന്തം നിഴൽ പോലും ആയുധമെടുക്കും പോലെ. ഇവിടത്തെ ഇരുട്ട് ഭയാനകമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രേതാലയം പോലൊരു നെഗറ്റീവ് ഫീലിംഗ് എനർജിയാണ്, ദുരൂഹതയാണ് നിറയെ ഇതിനകത്ത്. അത് മനസ്സിന്റെയാണോന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. എന്റെ നന്ദനെ, ഇതൊക്കെ നിന്റെ സാഹിത്യ മനസ്സിൽ തോന്നുന്ന ഭാവനകൾ മാത്രമാണ്. വല്ല പൂച്ചയോ എലിയോ ചാടിയതാണ് സംശയമുണ്ടാക്കിയതെങ്കിൽ യക്ഷിക്കഥകളും പ്രേതകഥകളുമൊക്കെ വായിച്ചു കൂട്ടിയത് കൊണ്ടാണ് നിനക്ക് ഈ സംശയമുണ്ടാകുന്നത്. ഇനി അതുമാത്രമല്ല, കുറുപ്പേട്ടനാണ് ഇതിന്റെ കാരണക്കാരനെന്നും കല്യാണി പറഞ്ഞു. എടി, ആ മനുഷ്യൻ കരഞ്ഞില്ലാന്നേ ഉള്ളൂ. എടി നന്ദന, ദാസേട്ടനെ പോലെ ഒരു പാവ മനുഷ്യനാണ് ആ കുറുപ്പേട്ടൻ. കുറുപ്പേട്ടനെ വരെ കല്യാണി സംശയിച്ചു. പാവം എന്ന് പറയുകയാണ് അരവിന്ദ്. അതൊക്കെ കേട്ട് നന്ദന എന്തൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുറ്റത്ത് നിൽക്കുന്ന ശിവരാമകൃഷ്ണനെയാണ്. അപ്പോൾ രാജേശ്വരി അവിടേക്ക് കാറിൽ വരികയാണ്.
എന്താ കൃഷ്ണേട്ടാ, എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ. ശിവരാമകൃഷ്ണൻ പറയുന്നു, ആലോചിക്കാൻ എന്നും ഉണ്ടാകുമല്ലോ 100 കാര്യങ്ങൾ. ഇങ്ങനെ ഓരോന്നാലോചിച്ചാലോചിച്ച് ആയുസ് അറ്റുപോകുമെന്നാണ് തോന്നുന്നത്. ഇപ്പോ എന്തു പറ്റി കൃഷ്ണേട്ടാ? ഞാൻ അടഞ്ഞു കിടക്കുന്ന ആ റൂം വരെ ഒന്ന് പോയി നോക്കി. അപ്പോൾ കൂടെയുണ്ടായിരുന്ന കുറുപ്പും രാജേശ്വരിയും ഒന്ന് അമ്പരക്കുകയാണ്. രാമകൃഷ്ണൻ തുടരുന്നു, കല്യാണി ആരെയോ കണ്ടെന്ന് പറഞ്ഞ റൂം എന്നിട്ട് എന്ന് രാജേശ്വരി ചോദിക്കുന്നു. ശിവരാമകൃഷ്ണൻ അവിടെ പോയ സംഭവം വിവരിക്കുകയാണ്. ടെറസിലെത്തിയ ശിവരാമകൃഷ്ണൻ ആ റൂമിന്റെ വാതിൽക്കലെത്തുന്നു. എന്നിട്ട് വാതിൽ തട്ടി ഹലോ ഹലോ എന്ന് വിളിക്കുന്നു. ആ ശബ്ദം കെട്ടിയിട്ടിരിക്കുന്ന അഖില കേൾക്കുകയാണ്. അഖില അന്നേരം കണ്ണു തുറക്കുന്നു. അകത്തുനിന്ന് അനക്കമൊന്നും കേൾക്കാത്തതിനാൽ ശിവരാമകൃഷ്ണൻ തിരിച്ചു നടക്കുമ്പോൾ അഖില അകത്ത് ശബ്ദമുണ്ടാക്കുകയാണ്. ശബ്ദം കേട്ട ശിവരാമകൃഷ്ണൻ വീണ്ടും വാതിൽക്കൽ തട്ടി ഹലോ ഹലോ എന്ന് വിളിക്കുന്നു. ഹലോ, ആരാ അകത്ത് എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ വാ മൂടി കെട്ടിയിരിക്കുന്നതിൽ അഖിലയ്ക്ക് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ശിവരാമകൃഷ്ണൻ തിരിച്ച് താഴേക്ക് തന്നെ പോവുകയാണ്. പിന്നീട് രാജേശ്വരിയോട് ശിവരാമകൃഷ്ണൻ പറയുകയാണ്, അകത്ത് എന്തൊക്കെയോ ശബ്ദം കേട്ടു. ചിലപ്പോ എനിക്ക് വെറുതെ തോന്നിയതാകാം. എന്നിട്ട് കുറുപ്പിനോട് പറയുകയാണ്, ഏതായാലും കുറുപ്പേ, ആ മുറി തുറന്ന് വേസ്റ്റൊക്കെ എടുത്ത് മാറ്റണം. ചെയ്യാം സാർ എന്ന് കുറുപ്പ് പറയുകയാണ്. ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറയുന്നു. എന്നിട്ട് രാജേശ്വരിയോട് ചോദിക്കുകയാണ്, നീ ക്ഷേത്രത്തിൽ പോയോ? അതേ കൃഷ്ണേട്ടാ, ഞാൻ കൃഷ്ണേട്ടൽ ഇപ്പോ പറഞ്ഞതിന്റെ കാര്യമായിട്ട് തന്നെയാണ് പോയത്. കല്യാണി എന്തോ കണ്ട് പേടിച്ചത്രേ. അതാ ഇന്നലെ പിച്ചും പേയുമൊക്കെ പറഞ്ഞത്. ദോഷം മാറാൻ ചരട് ജപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു പഴയ അമ്പലമാണ്. കുറുപ്പാണ് വഴി പറഞ്ഞു തന്നത്. നല്ല ഐശ്വര്യമുള്ള ക്ഷേത്രം. അവിടത്തെ തിരുമേനി പ്രശ്നഹാരി കൂടിയാണ്. ദാസേട്ടൻ കല്യാണിയോടൊപ്പം ഉണ്ടെന്നാണ് തിരുമേനി പറയുന്നത്. അതിന്റെയാ അവളിൽ കാണുന്ന ഈ മാറ്റമൊക്കെയെന്ന്. അപകടമരണം ആയിരുന്നുവല്ലോ. കർമ്മങ്ങളൊന്നും ചെയ്തിട്ടും ഉണ്ടാകില്ല. ആ സ്ഥിതിക്ക് തിരുമേനി പറഞ്ഞത് വിശ്വസിക്കേണ്ടി വരും. അതേ സാറേ എന്ന് കുറുപ്പ് പറയുകയാണ്. കാട്ടുകര ക്ഷേത്രത്തിലെ തിരുമേനി ഗണിച്ചു പറഞ്ഞാൽ അത് അച്ചിട്ടമാണ്. അതിനുശേഷം രാജേശ്വരി പ്രസാദം ശിവരാമകൃഷ്ണനെ തൊടിയിക്കുകയാണ്. അകത്തേക്ക് കയറിപ്പോകുന്ന രാജേശ്വരി ശിവരാമകൃഷ്ണനെയും വിളിക്കുകയാണ്. കൃഷ്ണേട്ടൻ അകത്തേക്ക് വാ, എനിക്ക് എല്ലാവരുമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം ശിവരാമകൃഷ്ണനും അകത്തേക്ക് പോവുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക്